എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പക്ഷേ ആരും ഇപ്പം വീഡിയോ ഒന്നും കാണുന്നില്ല. നമ്മുടെ സ്ഥിരം കാണുന്നവരെ ഇപ്പം കാണുന്നില്ല. എന്തോ പറ്റിയോ എന്തോ, എല്ലാവരും കണ്ട് മടുത്തോ. നോക്കി ആരാന്ന് ഉണ്ടാവാലാണെങ്കിൽ വേണ്ടാന്ന് പറയാം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഇപ്പോൾ ഇടുന്ന വീഡിയോകൾ ഒന്നും അങ്ങോട്ട് ഒട്ടും വ്യൂസ് നേരത്തെ പോലെ ഒട്ടും കയറുന്നില്ല. എന്താണോ എന്തോ. ഇനിയും എല്ലാവരും കണ്ട് ബോറടിച്ചെന്നാണ് തോന്നുന്നത്. പിന്നെ ചുരുക്കം ചിലർ അന്നും ഇന്നും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ കാണുന്നുണ്ട്. അവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്. അതുപോലെ ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. പിന്നെ അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല ബ്രൈസമോൻ എന്തോ കഴിക്കുന്നതെന്ന്. ആ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണുക. കണ്ടിട്ട് നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടി ഇടുക കേട്ടോ. അപ്പം നമ്മളീ പറയുന്നതും ചെയ്യുന്നതും വീഡിയോ പിന്നെ റെസിപ്പികൾ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട്. അത് സക്സസ് ആയെന്ന് കേൾക്കുമ്പോൾ. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കോൺ എടുത്തിട്ട് അതൊന്ന് ഞാൻ കുക്കറിൽ 2 വിസിലടിച്ച്. കാരണം ഇങ്ങനെ അരിയാനായിട്ട് ഞാൻ പച്ചയ്ക്ക് എന്നാൽ ഇങ്ങനെ കണ്ടിക്കാൻ നോക്കിയോണ്ടേ അതിൻ്റെ ജ്യൂസ് എല്ലാം അങ്ങ് കട്ടായി പോകുന്നുണ്ട്. ജ്യൂസ് നമ്മൾ ഈ പിച്ചാത്തി കൊള്ളുന്നുണ്ടെ ജ്യൂസ് അങ്ങ് പോകുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് ഇങ്ങനെ കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ടെ അതൊന്ന് സോഫ്റ്റ് ആവും, അങ്ങനെ കണ്ടിച്ചെടുക്കാമെന്ന്. അപ്പം നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇപ്പോൾ കോണൊക്കെ നമ്മുടെ കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചോളം. അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാളയും കുറച്ച് ടൊമാറ്റോ, ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നു അതൊക്കെ യൂസ് ചെയ്യാം. അതൊന്ന് അരിഞ്ഞ് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ നമ്മുടെ ചോളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു 3 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഈ ചെറിയ ഗ്രേറ്ററിൻ്റെ ഈ ചെറിയ സൈഡിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് മുട്ട ഇതെല്ലാം ചേരുന്നതുകൊണ്ട് നല്ലൊരു വെജിറ്റബിൾസ് ഞാനിപ്പോൾ ഇത് ഇത്ര ചേർത്തുകൊണ്ട് നിങ്ങളിപ്പം ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ചേർക്കാം. അരിയുന്നതിനേക്കായി നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും അവർക്ക് മനസ്സിലാവത്തില്ല. ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിൽ മയോണൈസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അതും ചേർക്കാം. പക്ഷേ ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തില്ല. പക്ഷേ അതുകൂടെ ചേർക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു, അല്ലെങ്കിൽ സെസ്വൻ ചട്നി ആണെങ്കിൽ ഒരു ഇച്ചിരി എരിവൂടൊക്കെ ആകുമ്പം, അല്ല ഞാൻ കുരുമുളക് പൊടി ചേർക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് കുരുമുളക് പൊടിയും ചേർത്തില്ല. അതുകൊണ്ട് ഒത്തിരി എരിവായിട്ടുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ സെസ്വൻ ചട്നി വേണമെങ്കിൽ 1 സ്പൂൺ ചേർക്കുന്നതിന് ഒരു ഇത്തിരി എരിവും. ആ കോണിനൊക്കെ ഇതൊരു നല്ല മധുരമുള്ള കോണായിരുന്നു. മയോണൈസ് കൂടെ ആകുമ്പം അധികം ഒരു നല്ലൊരു മധുരം പോലെ ഇരുന്നു. അപ്പോൾ ഇതൊന്ന് നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ പറയും മമ്മി എന്നും ഇങ്ങനെ ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞു എന്നും ഉണ്ടാക്കത്തില്ല, വല്ലപ്പോഴും വേണേ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഒന്നീ ഈ ബ്രെഡിൻ്റെ അകത്ത് നമുക്ക് സോസ് തേച്ചാലും മതിയായിരുന്നു. ഞാൻ അതും അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ ടോസ്റ്റർ ഉണ്ടല്ലേ ഗ്യാസേ വെച്ച് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ടെ ഈ അകത്തുള്ള അത് അന്നേരം അങ്ങ് നല്ല ജോയിൻ്റ് ആവുമല്ലോ രണ്ടും. അപ്പം നമ്മൾ കഴിക്കുന്ന ഉടനെ ഈ ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകത്തില്ല. അല്ലാതെ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ പാനെ വെച്ച് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന ഉടനെ എങ്ങനെയാണെങ്കിലും കുറച്ച് വെളിയിലൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ടോസ്റ്ററിൻ്റെ അകത്ത് വെച്ചിട്ട് അതൊന്ന് ഗ്യാസേ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുമ്പം നന്നായിട്ടെല്ലാം ജോയിൻ്റായി. പിന്നെ പോകുമ്പോൾ പിന്നെ കഴിക്കാൻ നേരം ടൊമാറ്റോ സോസ് ഇതിൽ മുക്കിയാണ് കഴിച്ചത്. കൊച്ചവൻ പിന്നെ അല്ലാതെ കഴിച്ചു, നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അവൻ സോസ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊന്ന് മുറിച്ചൊന്ന് കാണിക്കാം. നല്ല രസം ഉണ്ടാകുമൊക്കെ കാണാം കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത അംഗം നമ്മുടെ പാത്രം കഴുകൽ കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് കാണിക്കുക. ചിലർക്ക് ഇതും എന്നും കാണുമ്പം ബോറായിട്ട് തോന്നും, താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാതെ ഇപ്പം കാണിക്കും കേട്ടോ. പാത്രം കഴുകാൻ ദിവസം 5-6 പ്രാവശ്യമൊക്കെ നടക്കും. എന്നാലും 1-2 പ്രാവശ്യത്തേക്ക് കാണിക്കാം.
പ്രൈസമോൻ ഇന്ന് ഫ്രൂട്ട് ഡേയാ. അപ്പം മാതള നാരങ്ങയും കൊണ്ടുവന്ന് കൊച്ചു പഴവും കൊണ്ടുവന്നു. അപ്പം അല്ലാത്ത നമ്മുടെ ഈ ഇവിടെയുള്ള ഈ പഴമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് അവിടെ അവർ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു വല്ലാതാവും. അതുകൊണ്ട് ഈ പഴം വാങ്ങിച്ചാൽ. അപ്പം അവന് മാതള നാരങ്ങ മതിയെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ സ്ഥിരം സാധനം വാങ്ങിക്കുന്ന കടയിൽ ആദ്യമൊക്കെ ഈ നമ്മുടെ ഈ വെള്ള അരി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാരങ്ങനെ അധികം വാങ്ങിക്കാത്തതുകൊണ്ട് പുള്ളിക്ക് ചിലവാകാത്തതുകൊണ്ട് പുള്ളി അതങ്ങനെ ഇടയ്ക്ക് നിർത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ നമ്മുടെ ബോയിൽ റൈസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അരി മാത്രം ഞങ്ങൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ് ഇങ്ങനെ ബോയിൽ റൈസ് വന്നിട്ടുണ്ട്, വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 2 കിലോ സാമ്പിൾ വിടുന്നു. കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്തുവാന്നോ ഈ കുഞ്ഞ് അരി ഉണ്ടല്ലോ അതാ. അപ്പോൾ ആ കുഞ്ഞരി അതിന് നമ്മുടെ മറ്റേനേക്കായി വിലയുമാണ്. അപ്പം എനിക്ക് ഈ കുഞ്ഞരിയുടെ ചോറ് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ഈ ഇവർക്ക് വെച്ച ഉടനെ പോൾമോനൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതിനേക്കാൾ ഇതിൽ വലിയ ചോറുള്ള അരിയാണ് വാങ്ങിക്കുന്നത്. എന്തു വന്നാലും ഇന്നൊന്ന് സാമ്പിൾ ഇട്ടുണ്ടേ എനിക്ക് മനസ്സിലായത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് കുഞ്ഞ് ചോറാണ്. അപ്പം മീൻകറി കഴിക്കാതെ കൊതിയായി ഞാൻ കഴിഞ്ഞ ദിവസം റീച്ചാൻ പോയണേ അവരുടെ കയ്യിൽ നമ്മുടെ ഈ ചെമ്പലിക്കോരയുള്ളായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കും അവർ, ഒരു പീസ് 50 രൂപ. അങ്ങനെ 2 പീസും തലയും കൂടെ റീച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്. പക്ഷേ നല്ല മീനായിരുന്നു. വെണ്ടയ്ക്ക മെഴുക്കോട്ട് എന്നും നമ്മൾ ഒരേ രീതിയിലല്ലേ വെക്കുന്നത്. ഇന്നൊരു വേറൊരു രീതിയിൽ വെക്കാം. അപ്പം അതുകൊണ്ട് അത് ഇച്ചിരി ഇങ്ങനെ കനത്തി കണ്ടിക്കണേ. നമുക്ക് കുറച്ച് കടലമാവ് എടുക്കണം. കടലമാവിനൊന്നും ഒരളവില്ല. കാരണം നമുക്കൊരു തിക്ക് ബാറ്റർ വേണം. ഈ വെണ്ടയ്ക്ക അതിലൊന്ന് മുക്കിയെടുക്കണം. അപ്പം ഞാൻ ആദ്യം കുറച്ച് കടലമാവ് എടുത്തൊന്ന് ഇച്ചിരി ഉപ്പും ഇച്ചിരി ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല, എത്രയും വെണ്ടയ്ക്കയുണ്ടോ അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. ഞാൻ ആദ്യം കുറച്ച് കടലമാവ് കലക്കി ഇങ്ങനെ ഈ വെണ്ടയ്ക്ക ഓരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും കുറച്ചുകൂടെ പൊടിയെടുത്ത് ഞാൻ കലക്കി. എനിക്ക് ഇത്രയും തികഞ്ഞില്ലായിരുന്നു. വീണ്ടും കുറച്ച് ഇതുപോലെ കടലമാവും ഇച്ചിരി ഗരം മസാലയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വെണ്ടയ്ക്ക വറുത്തെടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും വറുത്തൊക്കെ എടുക്കണോ, എണ്ണ കുറേ ആവത്തില്ലേന്ന്. എണ്ണയൊന്നും ഒത്തിരി ആവത്തില്ല. ഞാൻ കുറച്ച് എണ്ണ എടുത്തുള്ളൂ. നമുക്കൊരു കുഴിഞ്ഞ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അതേസമയം വിസ്താരം ഉള്ളതാണെങ്കിൽ ഓയിൽ ഇത്തിരി കൂടുതലാവും. പക്ഷേ നമുക്ക് കുറേയും കൂടെ ക്വാണ്ടിറ്റി ഇട്ട് നമുക്കുണ്ടാക്കാം. അപ്പം വെണ്ടയ്ക്ക ഞാൻ ഈ മാവിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ചേ ഇട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് തിക്കായിട്ട് എടുക്കാം. എനിക്കിപ്പം സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് പ്രാക്ടീസ് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് വെണ്ടയ്ക്ക ഇങ്ങനെ ഇട്ടിട്ട് ഓരോന്ന് ഇങ്ങനെ ഇടാനായിട്ട് കാണിച്ചാൽ. അതല്ലെങ്കിൽ പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ ഒരുപിടി വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ വെണ്ടയ്ക്കയുടെ മുകളിലൊന്ന് കോട്ടിങ് നിൽക്കണം, അതുപോലുള്ള ബാറ്ററായിരിക്കണേ. ഇങ്ങനെ ഓരോന്ന് നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയത്. അല്ലാതെ നമുക്ക് പക്കോടയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. വേണമെങ്കിൽ വെണ്ടയ്ക്ക ഒരു ഇച്ചിരിയും കൂടെ നീളത്തിൽ കണ്ടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇടുന്ന ഉടനെ ലാസ്റ്റ് ഞാൻ ഓരോന്ന് നമ്മൾ ഇടുവാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും, നമുക്ക് ബോറാവും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ഇങ്ങനെ കൈ കൊണ്ടിട്ട് പിന്നെ ഇത്തിരി മൊരിയുന്ന ഉടനെ നമുക്കിങ്ങനെ ഈ നമ്മുടെ തവിയും കൊണ്ടിങ്ങനെ നടുക്കിങ്ങനെ വിടുവിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്താൽ ആ വെണ്ടയ്ക്ക ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, നമുക്ക് വേവണം. അതുകൊണ്ട് അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ചൂടോടാണെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് നല്ല ഇതിലിരിക്കും. പക്ഷേ വൈകുന്നേരം നമ്മൾ കഴിക്കുവാണെങ്കിൽ അത് തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് കഴിക്കണേ. കാരണം ആ കടലമാവൊക്കെ അങ്ങ് സോഫ്റ്റ് ആവും. അപ്പം നമുക്കിതൊന്ന് എല്ലാം ഇങ്ങനെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പക്ഷേ ഇതൊരു ഇച്ചിരി സമയം എടുക്കും നമുക്ക് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ധൃതി സമയത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇച്ചിരി സമയം എടുത്തേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് ഞാൻ ചെയ്യുന്നത് അതെല്ലാം ഒന്ന് ലാസ്റ്റിൽ ഞാൻ പറഞ്ഞതിൽ ഒത്തിരി സമയമായിരുന്നു. ലാസ്റ്റിൽ ഞാൻ കുറേയും കൂടെ മാവ് തീർന്നു പോയി. അതിൻ്റെ അകത്ത് മുളക് പൊടി ഇടാൻ മറന്നുപോയി. വെണ്ടയ്ക്ക ഇച്ചിരി കൂട്ടിയാക്കി അങ്ങ് ഒരുമിച്ച് ജോയിൻ്റായിപ്പോയി. അത് പക്ഷേ ഇച്ചിരി മഞ്ഞയായിട്ടായിപ്പോയി. അപ്പം ഞാനിതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഈ
പ്രൈസമോനെ പ്രതീക്ഷിച്ച് വെണ്ടയ്ക്ക് നമ്മുടെ ടൊമാറ്റോയൊക്കെ കുറച്ചേ ചേർത്തുള്ളൂ. ഇതിലിത്തിരി സവാളയും ടൊമാറ്റോയുടെ ഇത്തിരി കൂടുതൽ ചേർത്തിട്ട് അതൊന്ന് പൊതിഞ്ഞിതിലിരിക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. അപ്പം ഞാനിവിടെ സവാളയും കുറച്ചേ എടുത്തുള്ളൂ, ടൊമാറ്റോയും കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ ഒരു 2-3 ടൊമാറ്റോയൊക്കെ എടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമുക്കൊരു ഗ്രേവി പോലെ കിട്ടും. ഇതങ്ങനെ അധികം ഗ്രേവി ആയിട്ടില്ലായിരുന്നു, പക്കോട പോലെ നമുക്കിത് വെണ്ടയ്ക്കായിരുന്നു ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത്. വെണ്ടയ്ക്ക് പൊതിഞ്ഞ് നിൽക്കാനായിട്ടുള്ള ഇതില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊച്ചിനെ പ്രതീക്ഷിച്ചു, അവർ തിന്നില്ലെങ്കിലോ ഒന്നും പറഞ്ഞ്. പക്ഷെ അവൻ പറഞ്ഞ വൈകിട്ട് വന്ന് കഴിച്ചണേ അവൻ പറഞ്ഞ് ഇച്ചിരിയും കൂടെ ഗ്രേവി ആക്കാമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഇച്ചിരി സവാളയും വഴറ്റി ടൊമാറ്റോയുടെ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി പെട്ടെന്നൊന്ന് വാടി കിട്ടും. അപ്പോൾ ഈ ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. ഗരം മസാല നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ചേർത്തല്ലേ, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനെല്ലാം വറുത്തെടുത്ത് ലാസ്റ്റിൽ കുറച്ച് കടലമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടലമാവിൻ്റെ അകത്ത് വെണ്ടയ്ക്ക ഇത്തിരി ആ വെണ്ടയ്ക്കകത്ത് ആ കടലമാവ് മുക്കി ഇത്തിരി കൂടുതൽ, ഞാൻ പറയുന്നത് 3-4 ഞാൻ കടലമാവ് ഇത്തിരി കൂടിപ്പോയി, വെണ്ടയ്ക്ക ഒരെണ്ണേ ഉള്ളൂ. അത് ലാസ്റ്റിൽ അങ്ങ് എടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇങ്ങനെ ചേർത്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇച്ചിരി നേരം ഒന്ന് ആവിയൊക്കെ കയറട്ടെ. അതവിടെ വെച്ചിട്ട് പിന്നെ നമ്മുടെ മീൻ അപ്പോഴത്തേക്കിന് ഐസൊക്കെ പോയി അതൊന്ന് വെട്ടിയെടുക്കട്ടെ. പക്ഷേ മീൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായി ഞാൻ ചിന്തിച്ചിപ്പോൾ ഈ സമയത്തൊക്കെ ചിലപ്പം ഫ്രഷ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. പക്ഷേ ചെമ്പല്ലിക്കോര അത്രയും നല്ലതല്ലായിരുന്നു. പക്ഷേ ഈ നമ്മുടെ ചൂര നല്ല വെള്ളയുമായിരുന്നു. നല്ല അങ്ങോട്ട് നമുക്ക് തിളച്ചപ്പോഴേ മനസ്സിലാവും നല്ല മീനിൻ്റെ മണം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ നമുക്ക് മീൻ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ വലിയ ഒരെണ്ണം നമുക്ക് 200-250 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇത് ഈ കുഞ്ഞൊരു പീസിന് 50 രൂപ. അപ്പോൾ ഈ മീനിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ വെട്ടുന്ന സമയത്ത് ലെയർ പോലെ അത് ഇളകിപ്പോയാലും അതൊന്ന് ചൂടാകുമ്പോൾ അതങ്ങ് നല്ലതുപോലെ ഒന്ന് ഉറയ്ക്കുന്ന മീനായത്. അപ്പം ഞാനിതിൻ്റെ ഇങ്ങനെ തൊലിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് തലയ്ക്കകത്ത് നല്ല മാംസം ഉണ്ടായിരുന്നു. തലയും ഞാൻ തല കൂടുതലും എടുക്കുന്നത് ഈ ചൂരയുടെ തല ഞാൻ കളയാറില്ല, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ ഇനി അതുകൂടൊന്ന് വെട്ടിയെടുക്കണേ. 2 പീസും ഒരു തലയുമായിരുന്നു. അപ്പം ഞാൻ പുളിവെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തോട്ടാണ് മീൻ വെട്ടി ഒന്നിടുന്നത്. എന്നിട്ട് അതിൽ കഴുകിയെടുക്കാം. പക്ഷേ ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഈ ശ്രാവൺ മാസത്തിലാണ് മീനുകൾ ഇത്തിരി കാണുന്നത്, വില കുറച്ച്. പക്ഷേ ഇതുവരെ അങ്ങോട്ട് ശരിക്കും മീൻ ഇവിടെ വന്ന് തുടങ്ങിയിട്ടില്ലെന്ന അറിവ്. അപ്പോൾ മീനൊക്കെ വെട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക ഞാനിങ്ങനെ ചെറിയ തീയിലിട്ടിരുന്നതല്ലേ, അതിപ്പം നന്നായി മസാലയൊക്കെ അതിൽ പിടിച്ചു. കാരണം ഇതിപ്പം പറക്കി നമുക്ക് തിന്നാതേ ഉള്ളൂ, ഗ്രേവി ഒന്നും പൊതിഞ്ഞിരിപ്പില്ല. അതാ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ സവാളയും ടൊമാറ്റോയുടെ ഒക്കെ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് പൊതിഞ്ഞിരിക്കും. അപ്പം ഞാൻ മീൻകറിയാണ് ഇനിയും വെക്കാൻ പോകുന്നത്. ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഉലുവായി ഇട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പം സമയം കുറച്ചായി. എനിക്ക് ആ വെണ്ടയ്ക്കയുടെ കാര്യത്തിൽ ഇത്തിരി സമയം പോയായിരുന്നു. കാരണം അതെല്ലാം ഇങ്ങനെ ഞാൻ പറയില്ല, ഞാൻ എണ്ണ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊച്ചൊരു പാത്രത്തിലാണ് അത് വറുത്തെടുത്തത്. അപ്പോൾ എനിക്ക് കുറേശ്ശെ വറുത്തെടുക്കാൻ ഒക്കത്തുള്ളായിരുന്നു. അതേസമയം നമുക്ക് ഈ എണ്ണയൊന്നും കണക്കാക്കണ്ട, വലിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ സമയമായെങ്കിൽ ഇതിനിയും മീൻകറിയും കൂടെ ഒന്ന് വെച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തുണികളൊക്കെ വിരിക്കണമായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനു വന്നുകൊണ്ടേ പറയുകയും ചെയ്ത്, ആൻറ്റി ഇന്ന് മീൻ വാങ്ങിച്ചോ, നല്ല മണം വരുന്നുണ്ടെന്ന്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മീൻ വാങ്ങിയില്ലായിരുന്നല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ സ്ഥിരം മീനായിരിക്കുമല്ലോ, അവർക്ക് അറിയാം ഇപ്പം മീൻ കുറേ നാൾ കൊണ്ട് വാങ്ങിക്കുന്നില്ലായിരുന്നെന്ന്. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി മീൻ കിട്ടിയായിരുന്നടി എന്ന് പറഞ്ഞു. പക്ഷേ റേച്ച എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ചെമ്പല്ലിക്കോര ഇവിടെ റാണി എന്നാണ് പറയുന്നത്, അതിന് റാണി മീനുള്ളത്. ഞാൻ പറഞ്ഞു എന്തുവന്നേലും ഒന്നും കിട്ടാതിരിക്കുന്ന സമയമല്ലേ, ഞാൻ പറഞ്ഞു എന്തുവന്നേലും കൊണ്ടുവന്ന്. അപ്പം ആദ്യം ഞാൻ ചോദിച്ചു ചൂര ഇല്ലയോ എന്ന് ചോദിച്ചോണ്ടെങ്കിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ് അന്നേരം ആ ചൂരയുണ്ട്, ഒരു പീസ് 50 രൂപ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ആദ്യം ഇല്ലെന്താ പറയാൻ ഞാൻ. അന്നേരം പറഞ്ഞ് വേറൊരാൾ ചോദിച്ചായിരുന്നു, അത് അങ്ങാർക്ക് കൊടുക്കാതെ പുള്ളിക്കാരി മാറ്റി വെച്ചിട്ട് അയാൾ പോയി കഴിഞ്ഞാൽ റീച്ചാന് കൊടുത്തയാണ്. അങ്ങനെ മീനൊക്കെ ഇപ്പം വറ്റി വന്നു. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ചോറ് വെച്ച് വാർക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി. അതെല്ലാം ഒന്ന് അടച്ച് വെച്ചിട്ട്
പാത്രങ്ങൾ കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം അകത്ത് പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്ന് വൈകുന്നേരം കൊച്ചു വന്നെണ്ണയാ അവന് ഞാനിത് കൊടുത്തത്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ച് ഇതൊരു ഉച്ചയ്ക്ക് പോളിന് ഇത് കൊടുത്തോണ്ടേ പോള് ചിന്തിച്ച് പനീറാണ്. പിന്നെ പപ്പ വന്നുണ്ടേ പോള് പറഞ്ഞു, പപ്പ ഇതെന്താ? റേച്ചാൻ പറഞ്ഞ് സോയാ ചങ്ക്സാന്ന്. എന്നിട്ട് റേച്ചാൻ കഴിച്ചു. എന്നിട്ട് പോള് ചെന്ന് എക്സ്പ്രഷൻ നോക്കുക മുഖത്തെ എന്തോന്ന്. റേച്ചാൻ ചിന്തിച്ച് സോയാ ചങ്ക്സും വെണ്ടയ്ക്കയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ അവൻ പറഞ്ഞല്ല പപ്പ വെണ്ടയ്ക്ക മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.